സൊദോം ഗോമോറ പട്ടണങ്ങളുടെ നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമായിരുന്നു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവം ആ പട്ടണത്തെ ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചു. ആ പട്ടണത്തെ ന്യായം വിധിക്കുന്നതിന് മുൻപ് ദൈവം തൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വന്നു. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് നിന്നോട് മറച്ചു വയ്ക്കുമോ? സോദോമിൻ്റെ ഗോമോറയുടെ നിലവിളി വലുതാണ്, പാപം അതികഠിനമാണ്. ഞാനതിനെ ന്യായം വിധിക്കാൻ പോവുകയാണ്. അപ്പോൾ അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല, അങ്ങനെ 50 നീതിമാന്മാർ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. അബ്രഹാം വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, 50 പേരിൽ 5 പേർ കുറഞ്ഞാൽ 45 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല, ഞാൻ നശിപ്പിക്കില്ല. അബ്രഹാം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. 40 പേരുണ്ടെങ്കിൽ, 30 പേരുണ്ടെങ്കിൽ, 20 പേരുണ്ടെങ്കിൽ, 10 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് ആ പട്ടണത്തിൽ പാർക്കുന്നുണ്ട്. തൻ്റെ സഹോദരൻ്റെ നാശം കാണുവാൻ ആഗ്രഹിക്കാത്ത അബ്രഹാം തൻ്റെ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് മനസ്സിലായി അബ്രഹാം പ്രാർത്ഥിക്കുന്നത് സഹോദരന് വേണ്ടിയാണ്. തൻ്റെ സഹോദരൻ നഷ്ടപ്പെടുന്നത് അബ്രഹാമിന് താങ്ങുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, അവർ നഷ്ടപ്പെടുകയില്ല. ദൈവം അവരെ നഷ്ടപ്പെടുത്തുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ സോദോം ഗോമോറ പട്ടണത്തിൽ എത്തിയപ്പോൾ ലോത്ത് അവരെ കണ്ട് അവരെ എതിരേറ്റു ചെന്നു. അവരുടെ അടുക്കൽ വന്ന് നമസ്കരിച്ചു. അവരെ വീട്ടിലേക്ക് കടന്നു വരാൻ ഏറ്റവും നിർബന്ധിച്ചു. അവർക്കൊരു വിരുന്ന് കഴിച്ചു, അവരെ സൽക്കരിച്ചു. അന്ന് രാത്രി അവരോടുകൂടെ പാർക്കുവാൻ നിർബന്ധിച്ചു. എന്നാൽ പട്ടണത്തിൻ്റെ പാപം അതികഠിനമായിരുന്നതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ ലോത്തിൻ്റെ ഭവനത്തിൽ വന്ന് അവിടെ വന്ന പുരുഷന്മാരെ തിരക്കുകയാണ്. പാപത്തിൻ്റെ കാഠിന്യം വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും ബന്ധപ്പെടുത്തി, വേഗത്തിൽ ഇവിടുന്ന് പോകണം, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകണം. ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്, നിങ്ങൾ വേഗത്തിൽ ഇവിടുന്ന് പുറപ്പെടണമെന്ന് പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്നു, ദൂതന്മാരവരെ ബന്ധപ്പെടുത്തിയിട്ടും അവർ താമസിക്കുന്നത് കണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാർ ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കൈക്കു പിടിച്ച് അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി. ദൈവം ലോത്തിനോട് പറഞ്ഞു, നീ പട്ടണത്തിന് പുറത്ത് കടക്കാതെ എനിക്ക് ഈ പട്ടണത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ സഹോദരൻ്റെ കൈക്ക് പിടിക്കും. എന്തുകൊണ്ടാണ് ദൈവം ലോത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കൈക്ക് പിടിച്ചത്? ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ദൈവം ലോത്തിൻ്റെ കുടുംബത്തിൻ്റെ കരത്തിൽ പിടിക്കുകയാണ്. ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ കരത്തിൽ പിടിക്കും. ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ വിഷയത്തെ തൊടും. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ വചനം ഉറപ്പു തരികയാണ്. ദൈവം ദൂതന്മാരോട് പറഞ്ഞു, ലോത്തിനെയും കുടുംബത്തെയും സംരക്ഷിക്കണം. അവർ പട്ടണത്തിന് പുറത്തു വന്നു എന്ന് ഉറപ്പുവരുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹോദരങ്ങളെ രക്ഷിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ
വിടുവിക്കപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടും. ദൈവം നീതിമാനാണ്. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയാത്തവനാണ്. ദൈവത്തിൻ്റെ ദയ അവൻ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാത്തവനാണ്. വിശ്വസിക്കുക, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിന് ശക്തിയുണ്ട്. നിങ്ങൾ ഒരു നാൾ ലജ്ജിക്കപ്പെടുകയില്ല. നിശ്ചയമായും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടും. നിങ്ങളത് കാണും. നിങ്ങൾ നിത്യതയിൽ അവരെ കാണും. അതെ, ദൈവം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഈ ഭൂമിയിൽ ഒരു വിടുതൽ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിലുണ്ടാകും. നിത്യതയിലും നിങ്ങളത് കാണും. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.